സഅദത്തുൻ മുംതദ്ദ, എന്നെന്നും നിലനിൽക്കുന്ന സൗഭാഗ്യം. ഇതാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്. എന്നെന്നും നിലനിൽക്കുന്ന ആനന്ദവും സൗഭാഗ്യവും സന്തോഷവും. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക? അള്ളാഹുവിനുള്ള ഇബാദത്ത് കൊണ്ടല്ലാതെ നമുക്ക് ഈ ഒരു സമാധാനം നേടിയെടുക്കാൻ സാധിക്കുകയില്ല. വല്ലാഹി സുമ്മ തല്ലാഹ്, അള്ളാഹുവിനുള്ള ഇബാദത്ത് കൊണ്ടല്ലാതെ എന്നെന്നും നിലനിൽക്കുന്ന ആനന്ദവും സന്തോഷവും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം. അഥവാ രാത്രി ഉറങ്ങുന്നയാൾ അവന്റെ ചെവിയിൽ അല്ലെങ്കിൽ അതുപോലെ 3 കെട്ടുകൾ എന്ത് ചെയ്യും, ശൈത്താൻ കെട്ടും. അതിന്റെ അവസാന ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാമ ഇല സ്വലാത്തി ഇൻ ഹല്ലത് അഖ്ദുഹു കുല്ലുഹാ ഫയസ്ബിഹു നശീതൻ തയ്യിബൻ നഫ്സ്. എന്താണ് അവന്റെ അവസാനത്തെ കെട്ടെപ്പോഴാണ് അഴിയുക? അവൻ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അഥവാ സുബ്ഹി നിസ്കാരം അതവൻ നിസ്കരിച്ച് കഴിഞ്ഞാൽ അവന്റെ എല്ലാ കെട്ടുകളും എന്ത് ചെയ്യും, അഴിയും. പിന്നീട് അവൻ ഏതവസ്ഥയിലായിരിക്കും? ആ ദിവസം മുഴുവനും അവൻ വളരെ നശീത്തായ അവസ്ഥയിലായിരിക്കും, അഥവാ വളരെ ഉന്മേഷത്തോടു കൂടിയായിരിക്കും. ഇപ്പോൾ പല ആളുകൾക്കും ചിന്ത വന്നേക്കാം, നമ്മൾ സുബ്ഹി നിസ്കരിക്കുന്നുണ്ട്, ഒരു ഉന്മേഷം ലഭിക്കുന്നില്ല എന്ന്. എന്തായിരിക്കും കാരണം? നമ്മുടെ നിസ്കാരം ഏത് രൂപത്തിലാണെന്ന് സ്വന്തത്തോട് ചോദിക്കാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ സുബഹി നിസ്കരിച്ചു, ഏത് രൂപത്തിലാണ്? ഇന്ന് സുബഹി നിസ്കാരത്തിന് ഇമാം പാരായണം ചെയ്ത ആയത്ത് സൂറത്ത് എത്ര ആളുകൾക്ക് നമ്മുടെ കൂട്ടത്തിൽ അറിയാം ഏതായിരുന്നു എന്നുള്ളത്? അതല്ല എങ്കിൽ ആ നിസ്കാരത്തിൽ നിന്ന വേളയിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ജോലിയിലും നമ്മുടെ ഭാര്യമാരിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലുമാണ് പോയത് എങ്കിൽ നമ്മളെ തന്നെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്, നിസ്കാരത്തിനെയല്ല. അള്ളാഹു ശറഅയി വെച്ച നിസ്കാരത്തിനെയല്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഇവിടെ എപ്പോഴാണ് നമ്മൾ നിസ്കരിക്കുന്നത്? സുബഹിനാണ്. പക്ഷേ ആ ദിവസം മുഴുവനും നമ്മൾ എന്തായി മാറുകയാണ്? ആനന്ദത്തിലാവുകയാണ്, സൗഭാഗ്യത്തിലാവുകയാണ് ആ ദിവസം മുഴുവനും.